സാഹചര്യം ഇരിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എല്ലാം കൊണ്ട് നമുക്കങ്ങനെ ഇറിറ്റേഷൻ പിടിപ്പിക്കും നമ്മളെ. സപ്ലൈ ഉള്ള നമുക്ക് കൂടുതൽ ഇറിറ്റേഷനാണ്. അതെ 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 അതെ. ഒരു മിനിറ്റ് ഇങ്ങനെ ഇല്ലാതെ കോൾ വന്നുകൊണ്ടിരിക്കും. അതിലേക്ക് പായ്ക്ക് ചെയ്യുമ്പോൾ അവിടെ വേണം. എല്ലാം കൊണ്ട് നമുക്ക് പറ്റും. അതെ 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 അതെ. അല്ല അല്ല അതെ അതെ. വന്നോണ്ടിരിക്കുക. ഒന്നിനും കുറെ ഒന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും കാണുന്നു. അതാണ് പിന്നെ വന്നോണ്ടിരിക്കും. നമുക്ക് വന്ന് രാത്രിയിലൊക്കെ വിളിക്കും. 10:30 ചില സപ്ലൈ താമസിക്കും. ചില ഐറ്റങ്ങൾ പറയുന്ന അതല്ല ചെന്നൈക്കുന്നത് സപ്ലൈ ചെയ്ത് നമ്മൾ പാതയാത്തിയാണല്ലോ. ചിലപ്പോൾ 10:30 ആകുമ്പോൾ ആൾക്കാർ വിളിച്ച് നമ്മളെ കറി പറയുന്നത്. ബില്ലടിച്ചവരല്ലേ വിളിച്ച് പറയും. നമ്മളല്ലേ അവർ കസ്റ്റമർക്ക് രാവിലെ കൊടുക്കാമെന്ന് പറയുന്നതാ. അവർ രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ എന്തോ സാധനം എടുത്താൽ കൊടുക്കേണ്ടത് നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ അങ്ങനെയൊക്കെ നമ്മൾ ഉറക്കം പോകില്ലേ. നമുക്ക് പിന്നെ ആകെ ടെൻഷൻ കാര്യങ്ങളോ നമുക്ക് ഇനിയൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇതായിപ്പോവും. മെന്റലാശുപത്രി പോയി കിടക്കേണ്ടി വരും. അതുപോലെ അങ്ങ് ഇതായി. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് നമുക്കിപ്പോൾ പേയ്മെന്റിന് ഇച്ചിരി കാശിനിക്ക് ബുദ്ധിമുട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് റിലാക്സേഷൻ ഉണ്ടോ അല്ലേ? നമുക്ക് ശരിയാ പേയ്മെന്റ്. അതെ അതെ അതെ. ഞാനും പറഞ്ഞു നമുക്കിപ്പോ പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു റിലാക്സ് വേണ്ടേ? എന്തുമില്ല റിലാക്സ് വേണ്ടേ? ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ വന്നാൽ ആദ്യത്തെ ഓപ്പറേഷൻ പിള്ളേരുടെ കാര്യങ്ങൾ അതങ്ങനെ പിന്നെ അവിടെ തന്നെ എല്ലാം കൊണ്ടും നമ്മൾ വേറെ ഇല്ലൊന്നുമില്ല. അല്ല അല്ല ഒന്നും പറ്റുന്നില്ല. എല്ലാം നമുക്ക് ജോലി ഒരു അവധി കിട്ടത്തില്ല. അതെ അതെ. ഒരു അവധി കിട്ടുന്നില്ല. നമുക്കൊരു അവധി കിട്ടത്തില്ല. അതങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഇതാ. അങ്ങനെ അത് ജോലിക്ക് പോകുന്നത്. അതെ അതെ പോകുന്നത്. നിൽക്കും. അതെ 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 അതെ. അതെ അതെ അതെ. ഇതില്ല അത് ഒന്നുമില്ല. അതെ അതെ ഉറപ്പായിരിക്കും. അതെ അതെ. ഇവരെ കാണുന്നില്ല. ഇവരോട് പിന്നെയും പോയി രാവിലെ പോവാ. അതെ അതെ ഞാനിപ്പോ നോക്കുന്നതറിയോ? ഇപ്പൊ ഈ പിള്ളേരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇതേ മാർഗമുള്ളൂ. കാരണം നമ്മൾ പിള്ളേരെ നോക്കിയില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം താമസിക്കുന്നു. ആ ആ ആ അതെ തീർച്ചയായിട്ടും. അതെ 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 അതെ. അതെ അതെ അതെ. ചിലപ്പോൾ ഞാൻ ഓർക്കും ബാക്കിലോട്ട് നടക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ആ ടെൻഷൻ മാത്രം വന്നിട്ട് എല്ലാം കൂടെ തല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കേ. ആ ആ ആ ഉണ്ട്. അതെ ആ ആ ആ ആ ആ അത് ഒന്ന് അതെ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഇതാണ് ബുദ്ധിമുട്ട്. എല്ലാവരും പറയുന്നില്ല. പിന്നെ വലിയ ആഴ്ചകളിൽ അവിടെ പറയാം പിള്ളേരൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നില്ല. ആഴ്ചകളിലെ മൂത്ത് ചെറുക്കനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. അഭിനന്ദനം പറയുമായിരുന്നു
പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഫോൺ ഒരുത്തിന് വഴക്ക് പറഞ്ഞ ആ പുള്ളി ചെറുക്കനുണ്ടല്ലോ അവനെങ്ങോട്ട് സത്യനാകുന്നുള്ളൂ. അവനെ മറ്റേ ഇവരെ ചൈൽഡ് ഹെൽത്ത് സെന്ററിൽ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയും. അവരവിടുന്ന് പുള്ളി ഫോൺ കൊടുക്കാൻ ഞാൻ വഴക്ക് പറയുന്നു പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് പുള്ളിയെ ചോദിച്ചു. പുള്ളി ആ 3-4 ദിവസം കേട്ടോണ്ട് മുന്നത്തില്ലായിരുന്നു. കാരണം പുള്ളി പറയായിരുന്നു പിള്ളേരുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുക. അതാ പറഞ്ഞ അതെ പുള്ളി ഇപ്പോൾ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്നുള്ളത് അവന് ബോധ്യപ്പെടുന്നില്ല. മനസ്സിലായി, ചെറുക്കനെ ബോധ്യപ്പെടുന്നില്ല. അതെ പുള്ളി പറയുന്നത് അന്ന് ചന്ദ് തകർന്നുകൊണ്ടായിപ്പോയി. അതങ്ങ് പെട്ടെന്ന് അവർ വിളിച്ചപ്പോഴത്തേന് അന്ന് പെട്ടെന്ന് നമുക്ക് ഷോക്കായി കൊടുക്കാൻ. അതിൽ ഓരോ പിള്ളേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതായത് കൂട്ടുള്ള പിള്ളേരുണ്ടല്ലോ അവരൊക്കെ പറഞ്ഞു കൊടുക്കും.